ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 17 അധ്യായത്തിന്റെ 31 തുടങ്ങിയിട്ടൊന്ന് വായിച്ചു. ഏകദേശം നമ്മൾ ചിന്തിച്ച ഭാഗമാണ്. ദാവീദ് പറഞ്ഞ വാക്കുകൾ പരസ്യമായപ്പോൾ ശൗലിനു അറിവ് കിട്ടി. അവനെ വിളിച്ചു വരുത്തി. ദാവീദ് ശൗലിനോട്, ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട, അടിയൻ ചെന്ന് ഈ ഫെലിസ്ത്യനോട് അംഗം പൊരുതും എന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ഈ ഫെലിസ്ത്യനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലൊരു സിംഹവും ഒരിക്കലൊരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ചു. അതിന്റെ പാലിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിപ്പിച്ചു. അതെന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കൊണ്ട് അവനും അവയിൽ ഒന്നിനെ പോലെ ആകും. ദാവീദ് പിന്നെയും സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ചെല്ലുക, യഹോവ നിന്നോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞു. ശൗൽ തന്റെ പടയങ്കി ദാവീദിനെ ധരിപ്പിച്ചു. അവന്റെ തലയിൽ താമ്ര ശിരസ്ത്രം വെച്ചു. തന്റെ കവചവും അവനെ ഇടിപ്പിച്ചു. പടയങ്കിമേൽ അവന്റെ വാളും കെട്ടി. ദാവീദ് നടപ്പാൻ നോക്കി, എന്നാൽ അവന് ശീലമില്ലായിരുന്നു. ദാവീദ് ശൗലിനോട്, ഞാൻ ഇല്ലായകയാൽ ഇവ ധരിച്ചും കൊണ്ട് നടപ്പാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു. അവയെ ഊരിവെച്ചു. പിന്നെ അവൻ തന്റെ വടിയെടുത്തു, തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ലും തിരഞ്ഞെടുത്തു, ഇടയസഞ്ചിയായ പൊക്കണത്തിലിട്ടു, കയ്യിൽ കവണയുമായി ഫിലിസ്ത്യനോട് അടുത്തു. ഫിലിസ്ത്യനും ദാവീദിനോട് അടുത്തു, പരിചക്കാരനും അവന്റെ മുമ്പേ നടന്നു. ഫിലിസ്ത്യൻ നോക്കി ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു. അവൻ തീരെ ബാലനും പവിഴ നിറമുള്ളവനും കോമളരൂപനും ആയിരുന്നു. ഫിലിസ്ത്യൻ ദാവീദിനോട്, നീ വടികളുമായി എന്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. ഫിലിസ്ത്യൻ പിന്നെയും ദാവീദിനോട്, ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ദാവീദ് ഫിലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രയേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിലേൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫിലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. യഹോവ വാൾ കൊണ്ട് കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിവാനിട്ട് വരും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. സ്തോത്രം, സ്തോത്രം. അത് സിസ്റ്റർ, ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ഈ ഭാഗം എല്ലാം കഥ പോലെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഹല്ലേലൂയ. എല്ലാവർക്കും അറിയാവുന്ന ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ചോദിച്ചാൽ അറിയാവുന്ന ഭാഗമാണ് ഇതൊക്കെ. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് ദൈവത്തിന്റെ ആത്മാ നമ്മളോട് ഇടപെടാൻ എന്താണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഹല്ലേലൂയ. കാരണം ഇവിടെ ഇവിടെ ദാവീദ് പറഞ്ഞ വാക്കുകൾ പരസ്യമായപ്പോൾ ശൗലിന് അറിവ് കിട്ടി. അപ്പൊ ദാവീദ് പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് മുമ്പോട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഹല്ലേലൂയ. ഗോലിയാത്ത് തടന്ന് വെല്ലുവിളിക്കുന്ന 40 ദിവസം വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുക. പക്ഷെ സൈന്യമെല്ലാം പേടിച്ച് അകത്ത് കയറിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അന്നേരം ദാവീദ് ഇവനെ കൊന്ന എന്താ കിട്ടും, രാജാവ് എന്ത് തരും എന്നൊക്കെ എല്ലാവരും മാറി 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 നടന്ന് ചോദിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ദാവീദിനെ കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. കാരണം ദാവീദിനറിയാം സൈന്യങ്ങളുടെ യഹോവയാണ് ഇവിടെ സൈന്യാധിപൻ, ഇവര് ദൈവത്തിന്റെ സൈന്യമാണെന്നൊക്കെ അറിയാം, ജനമാണെന്നെല്ലാം അറിയാം. അപ്പൊ ദൈവത്തിന്റെ ജനത്തെ ഒരാൾ വന്നിരുന്ന് വെല്ലുവിളിക്കുമ്പം ദൈവത്തിന്റെ ആത്മാവുള്ളവന് സഹിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കും അത് തന്നെയാണ് പ്രശ്നം. ആരെങ്കിലൊക്കെ ദൈവത്തിന്റെ ജനത്തെക്കുറിച്ച് ഇപ്പൊ എന്തൊക്കെ കൈയടിക്കാൻ പോകുന്നവരെ പാടുന്നവരെ കുറിച്ചൊക്കെ നിന്ദിക്കുകയും പരിഹസിക്കുകയും നമ്മൾ മുമ്പ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ അങ്ങ് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചിലപ്പോൾ നമ്മളും ചിലപ്പോൾ ചിലയിടത്തൊക്കെ പ്രതികരിക്കാറുണ്ട്. ഹല്ലേലൂയ. എത്ര പ്രതികരിക്കുമെന്ന് വിചാരിച്ചു. ഇവിടെ ഈ വാർത്ത അപ്പൊ രാജാവിന്റെ ചെവിയിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം, രാജാവ് അത് കേട്ടപ്പോൾ ദാവീദിനെ ഹല്ലേലൂയ വരുത്തുകയാണ്. എന്നിട്ട് ഇവിടെ ദാവീദ് വന്നിട്ട് രാജാവിനോട് പറയുന്നത് എന്താണെന്ന് പറയാം, ഇവന്റെ നിമിത്തം ആര് അധൈര്യപ്പെട്ട് അടിയൻ ചെന്നൈ ഫെലിസ്ത്യന് അംഗം പൊരുതു എന്ന് പറഞ്ഞു. അപ്പം ദാവീദ് ചെന്ന് പറയണ ഇയാള് വലിയ അവിടെ നമ്മള് മുമ്പത്തെ അധ്യായത്തിൽ വായിക്കാൻ കാണാം.
ആമേ ഹാലെ ഗോലിയാത്തിന്റെ ഹാലയിലെ പടച്ചട്ടിയുടെ തൂക്കവും കുന്തത്തിന് തൂക്കവും ഹാലയിലെ കിരീടത്തിന് തൂക്കവും ഹാലെ എത്ര വലിയ അപ്പൊ അതുകൊണ്ട് ശൗല് പറയുന്നത് ആമേ അവൻ ബാല്യം മുതൽ യോദ്ധാവാകുന്നു. ഹാലയിലെ ആരാ? ഗോലിയാത്ത് ബാല്യം മുതൽ യോദ്ധാവാകാൻ വേണ്ടി പരിശീലിച്ചവരാ. പക്ഷെ നീ നീ യുദ്ധം ഒന്നും ശീലിച്ചിട്ട് നീ യോദ്ധാവൊന്നുമല്ല. അപ്പൊ നിനക്ക് അതുകൊണ്ട് നീ ബാലനാ, കോമള രൂപൻ, അല്ലെങ്കിൽ ചെറിയ പ്രായമുള്ളൂ, ഹാലയിലെ നിനക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ദാവീദിന്റെ എക്സ്പീരിയൻസോടെ പറയുന്നുണ്ട്. ഹാലൂയ. ആമേ ദാവീദിന്റെ സെൽഫ് ഡിഫൻഡറായി നിന്നേക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ദൈവം അവന്റെ പേഴ്സണലായിട്ട് ആവശ്യം വന്നപ്പോൾ ദൈവം പ്രവർത്തിച്ച വിധങ്ങൾ പറയും. നമ്മളെല്ലാവരും മിക്കവാറും ഹാലയിലെ നമ്മുടെയൊക്കെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ദൈവം പ്രവർത്തിച്ച വിധമായിരിക്കും നമുക്ക് ഏറ്റവും ഇതായിട്ട് നിൽക്കുന്നത്. ടെസ്റ്റിമോണി അല്ലേ? ഹാലേലൂയ. പക്ഷെ നമ്മുടെയൊക്കെ പ്രശ്നം പ്രത്യേകത, ദാവീദിന്റെ പ്രത്യേകത ഉണ്ട്. നമ്മളൊക്കെ ആരുടെങ്കിലൊക്കെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിച്ച കഥയായിരിക്കും നമ്മളൊന്ന് പറയുന്നത്. പക്ഷെ ദാവീദ് അങ്ങനെയല്ല. ദാവീദ് സ്വന്തമായിട്ട് ഫൈറ്റ് ചെയ്ത് ഹാലേലൂയ ജയമെടുത്ത കാര്യം പറയുന്നത്. ഹാലേലൂയ. ദാവീദ് അവിടെ പറയുന്നത് അവിടെ അപ്പന്റെ ആടുകളെ പിടിക്കാൻ ഒരിക്കൽ സിംഹം വന്ന്, ഒരിക്കൽ കരടി വന്ന്, ഞാൻ അവിടെ വായുന്നവരെ വലിച്ചെടുത്തു, അതിനെ താടിക്ക് പിടിച്ച് കീറിക്കളഞ്ഞു. അതൊക്കെയാണ് ഇപ്പൊ എന്റെ എക്സ്പീരിയൻസ്. ഇതൊക്കെയാണ് അങ്ങനെ ഞാൻ കീറിക്കളഞ്ഞെങ്കിൽ ഇന്ന് അതുപോലെ തന്നെ ദാവീദ് അതേപോലെ ഒരാളായിട്ട് മാത്രമേ വന്ന ആടിനെ ആക്രമിക്കുന്ന സിംഹത്തെ പോലെയും കരടിയെ പോലെയും ഗോലിയാത്തിനെ കാണുന്നത്. അതുപോലെ ഇവനെ ഞാനിന്ന് ശരിയാക്കി എടുക്കും. ഇതാണ് ദാവീദിന്റെ പറഞ്ഞത്. സിംഹത്തിന്റെ കയ്യിൽ നിന്ന്, കരടിയുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്തീന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഇത്രയും കാര്യങ്ങൾ ദാവീദും ശൗലും തമ്മിലുള്ള സംഭാഷണമാണ് നടക്കുന്നത്. അപ്പൊ അത് കഴിയുമ്പം ശൗല് എന്താ പറയാ, ദാവീദ് കുഞ്ഞാണ്, കോമള രൂപനാണ്, അവനെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മറ്റവൻ ബാല്യം മുതൽ യോദ്ധാവാ. അപ്പൊ ദാവീദ് എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ശൗലിന് കുറച്ച് വിശ്വാസം, പക്ഷെ ശൗലിന് വിശ്വാസം പൂർണ്ണമായില്ല ദാവീദിലുള്ള. അതിന് പറഞ്ഞ ശൗൽ എന്താന്ന് വെച്ചാൽ ദാവീദിന് ശൗലിന്റെ പടച്ചട്ടയൊക്കെ എടുത്ത് കൊടുക്കുക. ഹല്ലേലൂയ. അപ്പൊ അവിടെ നമുക്കറിയാം ഗോലിയാത്തിന് പടച്ചട്ടയും കിരീടവും അതും ഇതെല്ലാം വെച്ചത്. അപ്പൊ ഇതൊക്കെ വാളും പടച്ചട്ടയും അത് ഇതൊക്കെ ദാവീദിന് എടുത്തു കൊടുക്കും. പക്ഷെ ദാവീദിനെ കൊണ്ട് ഇത് ഇടിപ്പിക്കുമ്പോൾ ഇതെല്ലാം ശൗലിന്റെ കയ്യിൽ ഉണ്ടായിരുന്നല്ലേ? ഉണ്ട്. ശൗലിന്റെ കയ്യിൽ ശൗലിന്റെ സാധനം ഇതിട്ടാല് ഒരാളെ ജയിക്കാൻ പറ്റും. ശൗലിന് ഇതിട്ടെങ്കിൽ എന്താ പോരായിരുന്നു? ഞാൻ പറയുന്നത് ഈ പുറമേ ഇടുന്ന വല്ലതുമാണ് ഇവരെ ജയിപ്പിക്കുന്നതെങ്കിൽ ഇതിട്ടാണ്ട് ശൗലിനങ്ങ് പോയാൽ പോരായിരുന്നു. എന്തിനാ ദാവീദിനെ എടുത്തിടിപ്പിക്കുന്നത്? ഹല്ലേലൂയ. ഇന്നലെ ഞാൻ ഈ ഭാഗം വായിച്ചിട്ടുണ്ടപ്പം ദൈവാത്മാവിനെ ഇടപെട്ട് കാരണം കേൾക്കുമ്പോൾ ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ദൈവം കൊടുത്ത കൃപയിൽ ചില ശുശ്രൂഷകളിലൊക്കെ നമ്മളിങ്ങനെ ദൈവം ചില അവരെ കൊണ്ട് ചില ശുശ്രൂഷകളൊക്കെ ചെയ്യിച്ചു കഴിയുമ്പോൾ പിന്നെ ആൾക്കാരുടെ ചിന്ത മൊത്തം പുറമെ എന്തൊക്കെയോ കാണിക്കാമെങ്കിൽ ഇവരുടെ ഇവർക്ക് എന്തൊക്കെയോ കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന്. പാകമല്ലാത്ത ചില സൂട്ടും കോട്ടും ഒക്കെ എടുത്തിട്ട് പാകമല്ലാത്ത ഇതുവരെ ശീലിച്ചിട്ടില്ലാത്ത ചിലതൊക്കെ ഇട്ട് സത്യം പറഞ്ഞ ചിലതൊക്കെ അതുപോലൊക്കെ ഇട്ട് നിൽക്കുന്ന നമുക്ക് ചിരി വരാറുണ്ട്. കാരണം വെച്ചാൽ അവർക്കൊന്നും അത് പാകമാകത്തേയില്ല, അല്ലെങ്കിൽ വല്ലതും അല്ലെങ്കിൽ എന്ത്. അപ്പൊ ഇതൊക്കെ ഇട്ട് പോയി പ്രകടനം കാണിക്കാൻ ശ്രമിക്കും. ഇവരുടെയൊക്കെ ചിന്ത ഇതൊക്കെ ഇട്ടാ വലിയ സംഭവമാകും. ഇതൊക്കെ ഇട്ട കൂടുതൽ അഭിഷേകം വരില്ല, കൂടുതലല്ലേ ശുശ്രൂഷ വരില്ല, അല്ലെ കൂടുതൽ ഹാലല്ലേ ജയിക്കാൻ പറ്റുമെന്നുള്ള ചിന്തയാണ് പരുടെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പൊ ഈ ഭാഗം വായിക്കാൻ നമുക്കറിയാം ഇതൊന്നുമല്ല ഒരുവനെ ജയാളിയായി നിർത്തുന്നത് അവന്റെ ഉള്ളിലുള്ള അഭിഷേകമാണ്. ശൗലിന് എടുത്തു കൊടുത്തു, ദാവീദൊക്കെ വലിച്ചിട്ടു. ദാവീദ് നടന്നപ്പോ നടക്കാൻ പറ്റും. ദാവീദ് അപ്പൊ തന്നെ ഇതൊന്നും എനിക്ക് ശരിയാകത്തില്ല. ദാവീദ് അവിടെ അതിട്ടൊന്ന് പോകാൻ ശ്രമിച്ചില്ല കേട്ടോ. ദാവീദ് ഉള്ള കാര്യം മൊത്തമൊക്കെ പറഞ്ഞു, ഇതൊന്നും എനിക്ക് ശരിയാകത്തില്ല, ഇതിട്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം ഊരി താഴെ വെച്ചു. ഹല്ലേലൂയ. ഇതെല്ലാം ഊരി താഴെ വെച്ചിട്ട് ദാവീദ് എന്ത് ചെയ്ത്, ദാവീദിന്റെ ആ സാധനങ്ങളൊക്കെ എടുത്ത് കൈ പിടിച്ചു. സഞ്ചിയും ഇതൊക്കെ എടുത്ത് കാരണം നമുക്ക് ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്ന ദൈവമാണ്. പ്രവർത്തിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ പുറമേയുള്ള വെച്ചുകെട്ടലും പ്രകടനങ്ങളും ഒന്നും വേണ്ട നമുക്ക്. ഹല്ലേലൂയ. ഇച്ചിരി എന്തെങ്കിലുമൊക്കെ വിശ്വാസത്തിലേക്ക് വന്നിച്ചിട്ട് ശുശ്രൂഷയൊക്കെ വർദ്ധിച്ചു വരുമ്പോ ബൈബിളൊക്കെ പുറംപോക്ക് പോലെ ബൈബിളൊക്കെ മാറി അവിടെ ഐപാഡ് കയറി വരും, അല്ലെങ്കിൽ മൊബൈല് കയറി വരും. ഹല്ലേലൂയ. സൂട്ട് വരും, കോട്ട് വരും, ടൈ വരും. ഹല്ലേലൂയ. ഏത് ചൂട് ക്ലൈമറ്റിലും പോയി ടൈയൊക്കെ കെട്ടിയൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ശരി വരും. ഇതൊക്കെ വലിച്ചു കയറ്റിയാലേ ഞങ്ങൾക്ക് ഒരു പ്രകടനം ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ തോന്നലായിരുന്നു. ദാവീദ് അവിടെ ഒരു മാറ്റവും ദാവീദിൽ വരുത്തിയില്ല.
കാരണം ദാവീദിന് ഒരു കാര്യം ഉറപ്പായിരുന്നു, സൈന്യങ്ങളുടെ ദൈവമായി യഹോവയാണ് അവനെ എന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുന്നത്, അവനെ തോൽപ്പിക്കുക. ദാവീദ് അവിടെ വിളിച്ചു പറഞ്ഞ കാര്യമൊക്കെ നമുക്ക് ചിലപ്പോൾ ഫൂളിഷ്നെസ് ആയിട്ട് തോന്നാറുണ്ട്. ഇവിടെ പറയുന്നുണ്ട് ദാവീദ് എന്നിട്ട് പറയുന്നത്, അവയെ ദാവീദ് എന്ന് പറഞ്ഞ് ഇതെനിക്ക് തിരിച്ചു നടപ്പാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് അവയെ ഊരി വെച്ചു. പിന്നെ അവൻ തന്റെ വടിയെടുത്തു, തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ലും തെരഞ്ഞെടുത്ത് ഇടയസഞ്ചി പൊക്കണത്തിലിട്ടു, കയ്യിൽ കവണയുമായി ഫെലിസ്തീനോട് അടുത്തു. ഫെലിസ്തീനും ദാവീദും അടുത്തു. പരിചക്കാരനും അവന്റെ മുമ്പേ നടന്നു. ഫെലിസ്തീനെ നോക്കി ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു. അവൻ തീരെ ബാലനും പവിഴ നിറമുള്ളവരും കോമള രൂപനും ആയിരുന്നു. ഫെലിസ്തീൻ ദാവീദിനോട്, നീ വടികളുമായി എന്റെ നേരെ വരുവാൻ ഞാൻ ആയോ എന്ന് ചോദിച്ചു. തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. ഫെലിസ്തീൻ പിന്നെയും ദാവീദിനോട്, ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഫെലിസ്തീൻ അത് പറഞ്ഞതിൽ കാര്യമുണ്ട്. കാരണം വെച്ചാൽ അയാളുടെ വാളുണ്ട്, പരിചയമുണ്ട്, ഹാലേലിയ, കുന്തമുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിന്നെ ഇന്ന് ഞാൻ ഇവിടുത്തെ പക്ഷികൾക്ക് ആഹാരമാക്കും, നീങ്ങ് ബാ എന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ അത് കേട്ട ദാവീദ് തിരിച്ചു പറയുന്നത്, ദാവീദ് ഫെലിസ്തീനോട് പറഞ്ഞു, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു, ഞാനോ നീ ഇസ്രായേലിന്റെ നിരകൾ ദൈവമായ യഹോവയുടെ സൈന്യങ്ങളെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്തീൻ സൈന്യങ്ങളെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികളും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. ഫെലിസ്തീൻ പറഞ്ഞതിന് നമുക്കറിയാം, ഫെലിസ്തീന് ലോജിക് ഉണ്ട് പറഞ്ഞപ്പോ. കാരണം ഇടയിൽ വാളുണ്ട്, കുന്തമുണ്ട്, വേലുണ്ട്, ദാവീദ് തന്നെ പറഞ്ഞു. പക്ഷെ ദാവീദ് 5 കല്ലുമായിട്ട് പോകും, ഒരു വടിയുണ്ട്. ദാവീദ് പറയുന്നത് എന്താ, നിന്റെ തല ഞാൻ ഛേദിച്ചിടും. എന്ത് വെച്ചാ തല ഛേദിച്ചെടുക്കാൻ പോകുന്നത്? ഹല്ലേലൂയ. ആലോചിച്ചോ, നമുക്ക് ശരിക്കും പറഞ്ഞ ഫൂളിഷ്നെസ് ആയിട്ട് തോന്നത്തില്ലേ പറയുന്നത് കേട്ട്? കയ്യിലൊരു കുച്ചാത്തി പോലും ഇല്ല, കത്തി പോലും ഇല്ല, എന്നിട്ട് പറയാം തല ഛേദിച്ചിരിക്കുന്നു. മലനായ ഗോലിയാത്തിനോട് പറയുന്നത്. ഇവിടെ ദാവീദിനെ നമ്മൾ കാണുമ്പോൾ ദാവീദിന് ഒരു കാര്യം ദാവീദ് ആദ്യം വരെ പറയും, ഞാൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. അപ്പൊ ദാവീദ് ഇവിടെ ഒരു കാര്യം ചെയ്യാൻ പറയും. ദാവീദിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ചാൽ ദാവീദ് ഒരു കാര്യം പോലും സ്വയം ബലത്തിലും സ്വയം ശക്തിയിലും സ്വന്തം കഴിവിലും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, ചെയ്യുന്നതുമില്ല. അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അത് പറയുന്നതുമില്ല. ദാവീദിന്റെ സംഗീതത്തിലൊക്കെ വായിക്കാൻ നമ്മൾ എപ്പോഴും ഹൃദയത്തിന് തണുപ്പ് തരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ദാവീദ് അവിടെ എല്ലാം ദൈവത്തിന് പുകഴ്ച കൊടുക്കുന്നില്ല. ഞാനിങ്ങനെ കാതറിൻ കുൽമാന്റെ ഒരു സ്പീച്ച് കേട്ടു. കാതറിൻ കുൽമ പറയുന്നത്, യഹോവ എന്റെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാവുകയില്ല എന്ന് ദാവീദിന്റെ വായുന്നൊരു വാക്ക് വന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഹോവയാകുന്ന ഇടയനെ ദാവീദ് അതുപോലെ കണ്ടു. ഞാൻ പറഞ്ഞു നേരത്തെ ഒരു പ്രാവശ്യം ബാബുച്ചരൻ പാസ്റ്റർ പ്രസംഗത്തിൽ പറഞ്ഞ്, നമ്മുടെ ദൈവത്തെ നമ്മളെ വലിപ്പത്തിൽ ഒന്ന് കാണും. സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠമാക്കുക. ദൈവത്തിന്റെ കാലിന്റെ വലിപ്പം ഒന്ന് കണ്ടോ നിങ്ങൾ? ഭൂമി സ്വർഗത്തിൽ നിന്നിട്ട് ഭൂമി വരെ എത്തിക്കുന്ന കാലിന്റെ വലിപ്പം. അപ്പൊ ആ ദൈവത്തിന്റെ കൈയുടെ വലിപ്പം എന്തായിരിക്കും? ആ ദൈവത്തിന്റെ വലിപ്പം എന്തായിരിക്കും? ഈ വലിപ്പം ഒന്ന് കാണാമെങ്കിൽ നമ്മുടെ ദൈവത്തെ കുറിച്ച് ദൈവം കൂടെ എന്റെ കൂടെ ദൈവം മാത്രമേ ഉള്ള സിസ്റ്റർ, വേറെ ആരും ഇല്ലെന്ന് പറയത്തില്ല. കാരണം എന്താ പറയാ, ദൈവം ഇത്രയും വലിയൊരു ദൈവം, ഇത്രയും ഭയങ്കര ദൈവം കൂടെ ഉണ്ട്, ബാക്കിയുള്ളവരൊക്കെ എന്തിന്? അതുകൊണ്ട് ദാവീദ് അവിടെ പണ്ട് നമ്മുടെ വേണുപാസ് പറഞ്ഞ ദാവീദ് എന്റെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടായാലും ദാവീദ് പറഞ്ഞു ദൈവം യഹോവന്റെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടായാലും. നമ്മളിവിടെ പറയുന്ന അത് ഇടയനാണെന്നാ പറഞ്ഞു. ഇവിടെ അപ്പനാണ് ദൈവം, ഞങ്ങളുടെ അപ്പനാ. അപ്പ പിതാവെന്ന് വിളിക്കാൻ പുത്രത്തെ ആത്മാവിനെ നൽകി, എന്നിട്ട് ഇപ്പോഴും മുട്ടും പറഞ്ഞിരിക്കുക. കാരണം നമുക്ക് ഇതൊരു ബോധം വന്നിട്ടില്ല, നമ്മുടെ പിതാവ് സ്വർഗസ്ഥനായ പിതാവ് എന്നാണ് അപ്പനായതാണ്, അപ്പനാണെന്ന് ബോധം എപ്പോ ഒന്ന്, അപ്പോഴേ നമ്മുടെ ഹാലേലുയ ആത്മമണ്ഡലത്തിൽ നമ്മുടെ ഹാലേലുയ കണ്ണു തുറക്കത്തുള്ളൂ. അങ്ങനെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ. ഇവിടെ നമ്മൾ പലപ്പോഴും ദൈവം ഇവിടെ നമ്മുടെ കൂടെ ഒരു സിസ്റ്റം പറയാറുണ്ട്. ചില സമയത്ത് എന്നോട് കർത്താവ് നിന്റെ ഭർത്താവെന്ന് പറയും. അപ്പൊ എന്നിട്ട് പിന്നെ എനിക്ക് ദൈവമേ നമുക്ക് ഭർത്താവില്ലല്ലോ, എനിക്ക് അതില്ലല്ലോ ഇതില്ലല്ലോ എന്ന് വിഷമിക്കും. ഞങ്ങൾക്ക് കർത്താവ് ഭർത്താവായിട്ടുണ്ട്, പിന്നെ വിഷമിക്കുന്ന വേറെ ഏത് ഭർത്താക്കന്മാരെ പറ്റിയത്? ശൂര്യക്കാർക്ക് പറഞ്ഞതുപോലെ 10,000 അതിശ്രേഷ്ഠൻ, അതിസുന്ദരൻ. ഹാലേലിയ, ഹാലേലിയ. ഇത്രയും വലിയൊരു കർത്താവിനെ കിട്ടിയപ്പോ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ഒരു ബ്രദർ ഉണ്ട്. ബ്രദർ പറയുന്നത്, നമ്മൾ പിള്ളേരൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്റെ മോളോട് മോക്ക് വേണ്ടുന്ന ചെറുക്കനെ കുറിച്ച് എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ ബൈബിളിൽ എഴുതി വെച്ചിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ അങ്ങനെ നേരത്തെ ഒരാൾ ഒരു പാസ്റ്റ് പറഞ്ഞിട്ട് എഴുതി വെച്ച് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കറക്റ്റ് ഇങ്ങനെ എന്തൊക്കെ എഴുതി വെച്ചു അതേപോലെ സ്വഭാവം പെണ്ണിനെ കിട്ടി. കാരണം പുള്ളിക്കാരനെ എഴുതി വെച്ചായിരുന്നു, പിന്നെ നല്ല വിദ്യാഭ്യാസം വേണം, മിനിമം ഒരു
പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി എങ്കിലും വേണം. പിന്നെ നല്ലോണം അത് പുള്ളിക്ക് ഒരുപാട് കൂടുതൽ ഇംഗ്ലീഷ് അറിയത്തുള്ളൂ. ഇവിടെ നമ്മുടെ മാർട്ടിൻ ആമോസ്റ്റൊക്കെ അറിയാം. അപ്പം മാർട്ടിൻ ബ്രദർ എന്നിട്ട് പറഞ്ഞ് അന്നേരം അടുത്ത് എഴുതിയത് ചിരിക്കുന്നു അല്ലെ, അധികം അങ്ങ് സംസാരിക്കരുത് വെച്ചാൽ ഈ ചുമ്മാതെ ഇങ്ങനെ തറുതല പറഞ്ഞ വാര് ഊമയാണേലും കുഴപ്പമില്ല ദൈവത്തിന്, കാരണം എന്നാലും ഊമയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ തിരിച്ച് ചെല്ലു പോലെ വർത്തനം അത് ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നതായിരിക്കില്ല. ഇങ്ങനെ കുറെ കാര്യങ്ങൾ എഴുതി വെച്ച് അതിൽ കൊടുത്തപ്പോൾ ഡബിൾ MA ഉള്ള പെൺകൊച്ചിനെ കൊടുത്ത് എന്തൊക്കെ അങ്ങനെ വഴക്കൊക്കെ പറഞ്ഞാലൊക്കെ അങ്ങനെ ചാടിക്കേറിയൊന്നും മറുപടി പറയത്തില്ല, അങ്ങനെയൊന്നുമില്ല, നല്ല ശാന്ത സ്വഭാവം ഉള്ളത്. അപ്പൊ ഇതൊക്കെ അതുപോലെ എഴുതി വെച്ചതല്ല അതുപോലെ കിട്ടി എന്ന് പറയും. അപ്പൊ ആൻമോളോട് പറഞ്ഞു, മോള് അല്ലെ അതുകൊണ്ട് കല്യാണം കഴിക്കേണ്ട പയ്യനെ കുറിച്ച് ഇപ്പോഴേ എഴുതി വെക്കണം, എന്തൊക്കെ ആഗ്രഹമുണ്ടെന്ന്. അവൾ ഒറ്റവാക്കി പറഞ്ഞു, എനിക്ക് യേശുപ്പായപ്പൊരു പയ്യനെ മതി, ആളെ മതിയെന്ന്. എനിക്ക് യേശുപ്പായെ പോലെ ഒരാളെ കിട്ടിയാൽ മതി. കാരണം ഞാൻ അപ്പൊ ഞങ്ങൾ ചതന്ന യേശുപ്പായെ പോലെ സ്നേഹിക്കാൻ വേറെ ആർക്കെങ്കിലും പറ്റുമോ? യേശുപ്പായെ പോലെ കരുതാൻ ആർക്കെങ്കിലും പറ്റുമോ? യേശുപ്പായെ പോലെ നമ്മുടെ തെറ്റുകളെ കുറവുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സഹിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അൺകണ്ടീഷണൽ ആവുമല്ലോ. അപ്പൊ യേശുപ്പായെ പോലെ ഒരാളെ കിട്ടണമെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ടല്ലോ. ക്വാളിറ്റീസ് എഴുതി ബുദ്ധിമുട്ടുണ്ടല്ലോ, ഒറ്റ വാക്കിൽ അവളിങ്ങനെ. അപ്പം ഞാനിത് പറയാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ആരോടും ഞാനിത് പറഞ്ഞപ്പോ അവര് ഭയങ്കര ചിരിയായിരുന്നു. കാരണം വെച്ച് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിയാണല്ലോ വെക്കുന്നത്. ഞാൻ പറഞ്ഞ അവളതുകൊണ്ട് അന്നേരം തന്നെ പറഞ്ഞു, എനിക്ക് അവൾ എഴുതി വെച്ചിട്ടുണ്ട് യേശുപ്പായെ പോലെ ആളെ മതിയിരിക്കുന്നത് ഹാലയില്. കാരണം വെച്ചാൽ അതുപോലെ സ്നേഹിക്കാൻ പറ്റുന്ന, അതുപോലെ കരുതാൻ പറ്റുന്ന, അതുപോലെ ഹാലയിൽ നമ്മൾ നോക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറയും ഇവിടെ അല്ലെ പറഞ്ഞു വന്ന സബ്ജക്ട് മനസ്സിലാക്കി പറഞ്ഞല്ലേ അല്ലെ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ആ ദൈവത്തെ കുറിച്ച്, സൈന്യങ്ങളുടെ ദൈവമായി യഹോവയുടെ നാമത്തിലാണ് വരുന്നത്. അപ്പൊ ആ ദൈവം ആരാണെന്നും ആ ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്നും ആ ദൈവത്തിന്റെ വലിപ്പം എന്താണെന്നും ദാവീദിന് അറിയാമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ദാവീദ് കയ്യിൽ ഒരു കത്തി പോലും ഇല്ലെങ്കിലും ഉറപ്പോട് പറഞ്ഞവന്റെ തല ഞാൻ ഛേദിച്ചെടുക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള വെല്ലുവിളികൾ വരുമ്പോൾ, ഞാൻ പറഞ്ഞു വന്ന ഭാഗത്താണ്, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ വരുമ്പോ അയ്യോ ആ വലിയ പിശാച് അല്ലെങ്കിൽ ഈ വലിയ പ്രശ്നം, അയ്യോ ഇതെന്റെ ജീവിതത്തിലേക്ക് കയറി, ഇത് ഞാൻ എങ്ങനെ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, ആയുധങ്ങളൊന്നുമില്ല, ഞാൻ എങ്ങനെ ഇതിനോട് പോരടിക്കുമെന്ന് ചിന്തിച്ച് സംശയം നിൽക്കുന്ന പല മേഖലകളുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ബുദ്ധിയാലും നമ്മുടെ ശക്തിയാലും നമ്മുടെ കഴിവിനാലും നമ്മുടെ പ്രാപ്തിയാലും നമ്മൾ ഒന്നും ചെയ്യാൻ ശ്രമിക്കരുത്. നമ്മുടെ കൂടെ ഒരു ദൈവമുണ്ട്, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മളിലിരിക്കുമ്പോൾ നമ്മൾ അവന്റെ ശക്തിയാൽ, ആ മഹത്വത്താൽ, ആ വീര്യത്താൽ നമ്മൾ ചിലതൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ മതി. എന്ന് വെച്ചാ നമ്മളിരിക്കുന്ന ദൈവത്തിന് നമ്മളെ പ്രവർത്തിക്കാനായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കും. ഹല്ലേലൂയ. ഇപ്പം ദൈവം നമ്മളോട് പ്രോമിസ് പറഞ്ഞു, ദൈവം നമ്മളോട് വാഗ്ദത്തം ചെയ്തു, ദൈവം നമ്മളെ വിളിച്ച് ഇറക്കി. വിളിച്ചിറക്കിയിട്ട് എന്നും കർത്താവ് എന്നെ അങ്ങനെ നടത്തി, ഇങ്ങനെ നടത്തി, എനിക്ക് അതില്ല ഇതില്ല പറയേണ്ട കാര്യമില്ല. കാരണം വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാ. ദാവീദിനെ അഭിഷേകം ചെയ്ത ദൈവമാണ്. ഹല്ലേലൂയ. ജനത്തിന്റെ മുമ്പിൽ, സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് അവരുടെ മധ്യത്തിൽ നിർത്തി അഭിഷേക തൈലം ദാവീദിന്റെ തലയിൽ ഒഴിച്ചെങ്കിൽ ഈ ഫെലിസ്തീനൊക്കെ വരാൻ കാരണം ആ ജേണിയിലേക്കുള്ള ഒരു പോക്കാണ് ദാവീദിന്റെ. അതിലൂടെ കൊണ്ടുപോകുന്നൊരു വഴി. അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രതികൂലങ്ങൾ വരുമ്പോ അയ്യോ ഇവിടെ എല്ലാം പ്രതികൂലമല്ല, ഇവിടെ എല്ലാം അടഞ്ഞു പോലെ, ഇവിടെ എല്ലാം പ്രതിസന്ധികളൊന്നുമല്ല. ഈ പ്രതികൂലം നിന്റെ യാത്രയിലേക്കുള്ള വഴി ദൈവം തുറക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതികൂലം, ഓരോ പ്രതിസന്ധി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മനസ്സിലാവും. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ചില ഡോറുകൾ ദൈവം ഓപ്പൺ ആക്കുന്ന പ്രതികൂലത്തെ കൂടെ കടത്തിവിട്ടിട്ട് അതിനെ കണ്ടുകൊണ്ട് ഇവിടെ എല്ലാവരും രാജാവ് ഉൾപ്പെടെ പേടിച്ച് വിറച്ച് അകത്തിരിക്കുമ്പോൾ ഹല്ലേലൂയ ദാവീദ് ധൈര്യത്തോടെ കൂടെ വന്ന് ഇവിടെ കാണേണ്ട ഒരു ക്വാളിറ്റി ദാവീദ് എക്സ്ട്രാ ഫിറ്റിങ്സിനൊന്നും നിന്നില്ല. ദാവീദ് എന്തായിരുന്നു, ദാവീദ് ആരായിരുന്നു, അതേപോലെ തന്നെ ദാവീദ് എന്ന് നിൽക്കുക ചെയ്യുന്നത്. അതപ്പോ നമുക്ക് ദൈവം തന്ന കൃപയിൽ ശുശ്രൂഷിക്കാൻ നിൽക്കുമ്പോ എക്സ്ട്രാ ഫിറ്റിങ്സിനൊന്നും ആവശ്യമില്ലെന്നേ. നമ്മൾ ആരായിരുന്നു, എന്താണോ അപ്പൊ അങ്ങ് നിൽക്കുക. കാരണം നമ്മൾ ഇതൊക്കെ ചെയ്തു കൂട്ടുമ്പോ എന്ന് വെച്ചാൽ നമ്മളിൽ ആശ്രയിക്കുമ്പോഴേ ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മൾ എന്തൊക്കെയോ ആണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എന്തൊക്കെ ഇവിടെ ചെയ്യാൻ പോകുന്നു, നമ്മൾ എന്തൊക്കെ ഇവിടെ പ്രകടനം നടത്താൻ പോകുന്നു, ഇവിടെ എന്തൊക്കെ പ്രകടിപ്പിക്കാൻ പോകുന്നു എന്നൊക്കെ തോന്നല് നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് നമ്മൾ ഇതിനൊക്കെ പോകുന്നത്. അതേസമയത്ത് ഞാൻ ഒന്നുമില്ല, ഞാൻ ഏതുമില്ല. ഹല്ലേലൂയ. അപ്പൊ നീ ആണ് പ്രവർത്തിക്കുക, നീയാണ് സ്വന്തം, നീ പറഞ്ഞാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറയും നമ്മൾ കയറി നിൽക്കുകയാണെങ്കിൽ ഹല്ലേലൂയ ദൈവം നമ്മളിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മൾ ഇടം കൊടുക്കണം. അപ്പൊ ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഇപ്പൊ ഒരാൾ നമ്മൾ പ്രാർത്ഥിക്കാൻ വിളിച്ചു, അയ്യോ അവര് പ്രാർത്ഥിക്കാൻ വിളിച്ചു, നമ്മൾ കുറച്ചു നേരം പ്രാർത്ഥിച്ചു നോക്കും, ദൈവം ഒന്നും ഇടപെടുന്നില്ല, എന്ത് ചെയ്യണം?
അയ്യോ സിസ്റ്റർ, ദൈവം ഒന്നും ഇടപെട്ടില്ല കേട്ടോ. ഇത് പറയണം. എന്തിനാ നാണക്കേട് വിചാരിക്കുന്നത്? ദൈവം പറയാത്ത എന്തെങ്കിലും പറഞ്ഞു ഒപ്പിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെന്ന് സാധിച്ചു കൊടുക്കാൻ പറ്റുമോ സിസ്റ്ററെ? എന്നാ അവര് വന്നതല്ലേ, ഒന്ന് സമാധാനിപ്പിച്ചേക്കാം, ഒന്ന് സൂപ്പിച്ചേക്കാം, അത് സന്തോഷിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞു. ഞാൻ വല്ല വായി നിട്ട് പറഞ്ഞേലേ, അല്ല കൈ നിട്ട് പറഞ്ഞിട്ട് അത് നടക്കുന്നില്ലെങ്കിൽ ചെന്ന് സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? അതൊന്നും നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം പറഞ്ഞില്ലെങ്കിൽ ദൈവം ഒന്നും ഇടപെട്ടില്ല, അതുകൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല എന്ന് തന്നെ പറയണം. ഹാലിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ കുറയുന്നെന്നും വിചാരിക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മളല്ല പ്രവർത്തിക്കുന്നത്, നമ്മളല്ല ആമയെ ശുശ്രൂഷിക്കുന്ന. ഹാലെ നമ്മുടെയൊക്കെ മധ്യയിൽ നിന്ന് പരിശുദ്ധാത്മ ശുശ്രൂഷിക്കുമ്പോൾ പരിശുദ്ധാത്മ ഒന്നും പറഞ്ഞില്ല, പിന്നെ നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ട് കൈ നിട്ടൊന്നും പറയാൻ നിൽക്കാതിരുന്നാൽ. ഹാലേലിയ. അതുപോലെ ഇവിടെ ദാവീദ്, ഹാലേലിയ, ദാവീദ് അവിടെ എല്ലാം ഉരി വെച്ച്, ഹാലേലിയ, ഇതൊന്നുമില്ലാതെ ദാവീദിന്റെ സ്വയസിദ്ധമായ അവൻ വടിയെടുത്ത് എന്താ ആടിനെ മേയ്ക്കാൻ പോയപ്പം സിംഹത്തെ കീറിക്കളഞ്ഞപ്പം, കരടിയെ കീറിക്കളഞ്ഞപ്പോൾ ദാവീദിന് എന്തൊക്കെ ഉണ്ടായിരുന്നു? വടി ഉണ്ടായിരുന്നു, ഇടയസഞ്ചി ഉണ്ടായിരുന്നു, ചിലപ്പോൾ അതിനകത്ത് കല്ലുകൾ ഉണ്ടായിരുന്നു കാണുമായിരിക്കും, കാരണം കാട്ടിലേക്ക് പോകുമ്പോൾ ഇതിനൊക്കെ എറിയാനൊക്കെ. ഇതുണ്ടായിരുന്നു ദാവീദ് അത് മാത്രമേ എടുത്തുള്ളൂ. ഹാലേലിയ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാവീദ് എക്സ്ട്രാ ഒന്നും എടുത്തില്ല. ഒരു കത്തി പോലെ എടുത്ത് കൈ പിടിച്ചൊന്നും കാണുന്നില്ല. അല്ലെ? അപ്പൊ ദാവീദ് എന്തായിരുന്നു, നമ്മൾ എന്തായിരിക്കുന്നുവോ അതായിട്ട് തന്നെ അങ്ങ് നിന്നു കൊടുത്താൽ മതി. നമ്മൾ ഒന്ന് എക്സ്ട്രാ ആകാനായിട്ട് ശ്രമിച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഹാലേലിയ അവിടെ വലിയ പ്രകടനമൊന്നും നടത്തേണ്ട കാര്യമൊന്നുമില്ല. ഹാലേലിയ ഒരാൾക്ക് വേണ്ടി പ്രവചിക്കുമ്പോൾ എക്സ്ട്രാ കയ്യിൽ നിന്നൊക്കെ ഇടേണ്ട കാര്യമൊന്നുമില്ല. ഹാലേലിയ ആമേ ഹാലേ. അപ്പൊ നമ്മൾ എന്താണോ അതുപോലെ തന്നെ ആ പച്ചയായിട്ട് നമ്മൾ എന്തായിരുന്നുവോ അതുപോലെ തന്നെ നിൽക്കാൻ ശ്രമിച്ചാൽ മതി. ഹാലേ കാമ ഇച്ചിരിയൊക്കെ എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചെയ്ത് പ്രകടനത്തിനൊന്നും നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ദാവീദ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ആമേ ദാവീദ് പറയും, ഞാൻ ഫെലിസ്ത്യനോട് പറയും, നീ വാളും കുന്തം വേലുമായി എന്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. അപ്പം ദാവീദ് വാളിലും കുന്തത്തിലും പരിചയിലും വേലിലും ഒന്നും ആശ്രയിച്ചില്ല, ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുണ്ട്. ആ ദാവീദ് പറയണേ, യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു. ഹാലേലിയ. അപ്പൊ ശത്രുവിന്റെ തലയെ തകർത്ത് കളയാനായിട്ട്, ഛേദിച്ച് കളയാനായിട്ട് നമ്മുടെ കയ്യിൽ ആയുധങ്ങളൊന്നും വേണ്ട. ഹാലേലിയ. കാരണം നമുക്കുടെ കയ്യിൽ ആയുധങ്ങളൊന്നും വേണ്ട. എന്താ? നമ്മുടെ കൂടെ ഒരാളുണ്ടായാൽ മാത്രം മതി. നമ്മുടെ ഭയങ്കര ആയുധങ്ങളൊക്കെയാണ്. ഞാൻ ഇപ്പൊ ഞാനിവിടെ ഭയങ്കര വലിയ വില കൂടിയ സ്യൂട്ടും ഒക്കെ റെഡിയായി റെഡിയായി ഏറ്റവും എക്സ്പെൻസീവായ സാധനങ്ങളെല്ലാം എടുത്ത് ഫിറ്റ് ചെയ്ത് നിൽക്കുക, ശുശ്രൂഷിക്കാൻ നിൽക്കാന്ന് വിചാരിച്ചു. എന്റെ കൂടെ ഉള്ളവ കാണേണ്ടവനില്ലെങ്കിൽ പോയില്ലേ? പരിശുദ്ധാൻ പറയാ, മോളെ നീ ഇത്രയൊക്കെ ഒരുങ്ങിയതല്ലേ, ഇത്രയൊക്കെ റെഡി ആയതല്ലേ, നീ അങ്ങ് ഇന്നത്തെ ദിവസം അങ്ങ് ഏറ്റെടുത്തോ, ഞാനങ്ങ് മാറിയിരിക്കും, നീ തന്നെ അങ്ങ് ചെയ്തോ എന്ന് പറഞ്ഞ എന്തോ ചെയ്യും? ഹാലലൂയ. ആരും ഒരുങ്ങണ്ടെന്നും ഇതാകണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഹാലലിയ. എക്സ്ട്രാ പ്രകടനങ്ങൾ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഹാലലിയ. ആരും നല്ല എപ്പോഴും നമ്മൾ ദൈവത്തിന്റെ മക്കളായി നിൽക്കുമ്പോൾ നല്ല ഏറ്റവും നല്ല വെൽ ട്രസ്റ്റ് ആയിട്ട് തന്നെ നിൽക്കണം. ഹാലലിയ. പിച്ചക്കാരെ പോലെ ഒന്നും അല്ല നിൽക്കണേ, നന്നായി തന്നെ നിൽക്കുക എന്നുള്ളതാണ്. ഒരിടത്ത് ചെല്ലുമ്പോൾ മാന്യമായി തന്നെ നമ്മൾ ദൈവം ഉള്ളത് എന്താ നമ്മുടെ കയ്യിൽ ഉള്ളതെന്ന് വെച്ചാൽ അത് വൃത്തിയായിട്ട് അലക്കി വൃത്തിയായിട്ട് തേച്ച് വൃത്തിയായിട്ട് തന്നെ നമ്മൾ ചെന്ന് നിൽക്കണം എന്നല്ല. അത് വില കൂടുക വില കുറഞ്ഞൊന്നല്ല. നമ്മൾ ദൈവത്തിനെ ആരാധിക്കാനായിട്ട് നിൽക്കുന്ന സമയത്തും ദൈവത്തിന്റെ സേവകരെ ശുശ്രൂഷകരായി നിൽക്കുന്ന സമയത്ത്, അല്ല ദൈവത്തിന്റെ ദാസന്മാരെ നിൽക്കുന്ന സമയത്തും, നമ്മൾ ആരുടെ ദാസന്മാരെ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ദാസന്മാർ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഉള്ളത് വൃത്തിയോടെ വെടിപ്പോടെ തന്നെ ഉപയോഗിക്കണം. അത് വേണം. അതിനെ ഒന്നും ഞാൻ കുറ്റം പറയണം. പക്ഷെ ഇവിടെ ദാവീദ് നമുക്ക് കാണിച്ചിരുന്ന മാതിരിയെ കുറിച്ച് ഞാൻ പറഞ്ഞത്, ദാവീദിന് ശത്രുവിനെ തകർത്ത് ശത്രുവിന്റെ തലയെ ഛേദിച്ച് കളയാനായിട്ട് ഇവിടെ ശരീരങ്ങളെ പക്ഷികൾക്ക് ആഹാരമൊക്കെ കൊടുക്കുമെന്ന് പറയുമ്പോഴൊക്കെ ദാവീദിന്റെ കയ്യിൽ ഒരു കത്തി പോലും ഇല്ല. പക്ഷെ ദാവീദ് ഇത് പറയുമ്പോൾ ദാവീദിന് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, എല്ലാത്തിനും ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന ദൈവത്തിന്റെ വചനമാണ്. ഹാലേലിയ. ഉണ്ടാകട്ടെ, സകലം ഉണ്ടാക്കിയ ദൈവമാണെങ്കിൽ ഹാലേലിയ. അപ്പൊ ദാവീദിന് വാള് കൊടുക്കാൻ ദൈവത്തിന് ബുദ്ധിമുട്ടില്ല. ഹാലേലിയ. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ എന്നിട്ട് എന്താ പറയാ, പിന്നെ ഫെലിസ്ത്യൻ ദാവീദിന്റെ നേരിട്ടെടുത്തപ്പോൾ ദാവീദ് ബന്ധപ്പെട്ട് ഫെലിസ്ത്യന്റെ എതിർപ്പാൻ അണിക്ക് ഓടി. ദാവീദ് സഞ്ചിയിൽ കൈയിട്ടൊരു കല്ലെടുത്ത് കവണയിൽ വെച്ച് വീശി ഫെലിസ്ത്യന്റെ നെറ്റിക്കെറിഞ്ഞു. കല്ലവന്റെ നെറ്റിയിൽ കൊണ്ട് പതിഞ്ഞ് അവൻ കവിണ് വീണു. ഹാലേലൂയ. അപ്പൊ നമ്മൾ നേരത്തെ ഈ ഭാഗം പറഞ്ഞിട്ടുള്ള കാര്യം, കല്ല് നെറ്റിയിൽ കൊണ്ടപ്പോ പുറകോട്ട് വീണ്ടാൽ മുമ്പോട്ട് വീണെങ്കിൽ ദൈവമാണ് അടിച്ചിട്ടതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹാലേലൂയ. അത് മുമ്പിലേക്ക് കവിണ് വീണു. എന്നിട്ട് ഇങ്ങനെ ദാവീദ് ഒരു കവണയും ഒരു കല്ലും കൊണ്ട് ഫെലിസ്ത്യനെ ജയിച്ചു. അപ്പൊ വീണ് കഴിഞ്ഞപ്പോ തന്നെ ജയമായി. പക്ഷെ വീണ് കഴിഞ്ഞത് കൊണ്ട് നിർത്തിയോ? ദാവീദ് പറഞ്ഞ എന്താ? അവന്റെ തലയെ ഛേദിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? ദാവീദ് അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാ, ദാവീദിന്റെ കയ്യിൽ വാളില്ലായിരുന്നു.
ആ വാളില്ലാതെ വാളൊന്നും എടുക്കാതാണ് യുദ്ധം ചെയ്യാൻ പോയേക്കുന്നത്. തലയെ ഛേദിക്കാൻ പോയി. നമ്മളാണെങ്കിൽ എന്തോ പറയും സിസ്റ്ററെ? മണ്ടൻ അല്ലേ? ഹല്ലേലൂയ. ഇപ്പൊ ഒരു മീറ്റിങ്ങിന് വിളിക്കുകയാണ്. മീറ്റിംഗ് വിളിച്ചപ്പോ നമ്മുടെ കയ്യിൽ അപ്പാടെ ഒരു ബൈബിള് മാത്രമുണ്ട്. അമ്മേ മെസ്സേജ് എഴുതിയ ഡയറി ഇല്ല. ഹല്ലേലൂയ. നമ്മുടെ ഐപാഡ് ഇല്ല. ഹല്ലേലൂയ. വലിയ സംഭവങ്ങളൊന്നുമില്ല. നേരെ അങ്ങോട്ട് പോകും. അപ്പൊ ആൾക്കാർ കാണുന്നവര് ഒരു കുറിപ്പ് പോലും ഇല്ല. ഒരു കുറിപ്പ് പോലും ഇല്ല. കാരണം ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് ഒരു കുറിപ്പെങ്കിലും വേണ്ടേ? എന്തായാലും പ്രസംഗിക്കാൻ പോകുന്ന വചനം ഒരു കുറിപ്പെങ്കിലും കയ്യിൽ വേണ്ടേ? വേണം. അല്ലല്ലേ? അതുപോലില്ല. അതേ വന്ന് നിൽക്കുന്നു. വലിയ സഭയിൽ കയറി ശുശ്രൂഷിക്കാൻ വന്നേക്ക്. ഇത് പറയും ഹാലേലേ. ആമേ അവിടെ ദാവീദ് പോയ പോലെ പൊട്ടനെ പോലെ അങ്ങോട്ട് ചെന്ന് നിന്നാ അല്ലെ അവിടെ വീണ്ടും അന്നേരം വാള് വേണം, വാള് കയ്യിൽ തരും. ഹാലേലേ. എന്താ വേണ്ട വെച്ചാൽ ദൈവം തക്ക സമയത്ത് നമുക്ക് തരുന്ന ദൈവമാണ്. അതിവിടെ പറയുന്നിട്ട് ആമേ ഫെലിസ്തീനെ അപ്പൊ ദാവീദൊക്കെ പറയും. ആകയാൽ ദാവീദ് ഓടിച്ചെന്ന് ഫെലിസ്തീന്റെ പുറത്ത് കയറി അവന്റെ വാൾ ഉറയിൽ നിന്ന് ഊരിയെടുത്ത് അവനെ കൊന്ന് അവന്റെ തല വെട്ടിക്കളഞ്ഞു. അപ്പൊ അവന്റെ തല ഇറക്കാനുള്ള സാധനം കൊണ്ടാവും വീട്ടിൽ നിന്ന് രാവിലെ വന്നു. ആരെ കൊണ്ടുവന്ന വാള്? ഗോലിയാത്ത് കൊണ്ടുവന്ന വാള്. എന്തിനു കൊണ്ടുവന്ന വെച്ചാ ഗോലിയാത്തിന്റെ തല തന്നെ ഇറക്കാനുള്ള വാള് ഗോലിയാത്ത് തന്നെ ചുവന്നുകൊണ്ട് വന്നു. ഹല്ലേലൂയ. അതെടുത്ത് ദാവീദ് ഉപയോഗിച്ചു. ഇതാണ് ഞാൻ പറയുന്നത്, ശത്രുവിനെ കൊണ്ട് ആമേ നമുക്ക് വേണ്ട വഴി തുറപ്പിക്കുന്ന ദൈവമാണ്. കാരണം നമ്മൾ എന്നാട്ടെ ഇത് നമ്മൾ തുറക്കാൻ പഠിച്ചാൽ മതി. ശത്രു നമ്മുടെ മുമ്പിലേക്ക് വരുമ്പം ഒരു വിഷയം കൊണ്ടുവന്ന് ഒരു വാതിൽ അടച്ചു എന്ന് കാണുമ്പോൾ നമ്മൾ ഇവിടുന്ന് മാറിയിരുന്നു. അയ്യോ കർത്താവേ അത് അടഞ്ഞു പോയല്ലോ, അടഞ്ഞു പോയല്ലോ, അടഞ്ഞു പോലെ, അല്ലെങ്കിൽ ഹല്ലേലൂയ ആമേ അത് ആമേ മാറിപ്പോണേ, അല്ലെ കഷ്ടത മാറണേ, ബുദ്ധിമുട്ട് മാറണേന്ന് പ്രാർത്ഥിക്കും. പക്ഷേ ദൈവം പറയും ഇത് അവനെ അടപ്പിച്ചെന്തെന്ന് പറയാ, അവനെ കൊണ്ട് ഇനിപ്പുറത്ത് വലിയൊരു സംഭവം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നീ അത് തുറക്ക്. അതിനുവേണ്ടി ഇത് അടപ്പിച്ചത്. നീ ഇതിലേക്കൂടെ പോയി ഇവിടം വരെ എത്തും. പക്ഷെ ഇതിലെ ഈ വലിയ വഴി കൂടെ പോയി കഴിഞ്ഞാൽ ഹല്ലേലൂയ ആമേ നമ്മുടെ ആമേ ചെങ്കടലിന്റെ തീരത്തെത്തിയപ്പോൾ ചെങ്കടലിന്റെ മുമ്പിൽ നിന്നപ്പോ എല്ലാരും കരയുന്നത്. കാരണം വെച്ചാൽ വഴി അടഞ്ഞു. പുറകിൽ അമ്മേ ശത്രു വരുക, മുമ്പിലാണെങ്കിൽ കടലും. എന്തോ ചെയ്യും കർത്താവ് എന്ന് വെച്ചാൽ എന്തിനാ കടലിന് മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചാൽ നിന്നെ ജയിച്ച അപ്പുറം കൊണ്ടു പോകുന്നതോടൊപ്പം തന്നെ ശത്രുവിനെ പൂർണ്ണമായ അതിനകത്ത് നശിപ്പിച്ച് കളയും കൊണ്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു തടസ്സം മുമ്പിൽ കൊണ്ടുവന്നതെന്ന് ദൈവം കാണിച്ചു കൊടുത്തു. അതുപോലെ ഇവിടെ ഫെലിസ്തീനായ ഗോലിയാത്ത് ആമേ ഗോലിയാത്തിന്റെ തല വെട്ടാനുള്ള വാള് കൊണ്ട് ആര് നടന്നു വെച്ചാൽ ഗോലിയാത്ത് നടന്നു. ഇത്രയും നാളും ഗോലിയാത്ത് ചത്ത കഴിയുമ്പോൾ ഗോലിയാത്ത് വിചാരിച്ചിട്ടുണ്ടാകും ചിലപ്പോ, അയ്യോ ഇത്രയും നാളും ഞാൻ ചുമന്നുകൊണ്ടിരുന്ന വാള് എന്റെ തലേനെ വെട്ടാനായിരുന്നു. ഹല്ലേലൂയ. നമ്മള് നേരത്തെ പ്രാവശ്യം പറഞ്ഞപ്പം നമ്മൾ ഈ വചനം നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കുകയില്ല എന്നൊരു ദിവസം ഹല്ലേലൂയ വചനം ഇങ്ങനെ ശുശ്രൂഷയൊക്കെ പോലും ദേവാസം എന്റെ മനസ്സിൽ പെട്ടെന്ന് ഹല്ലേലൂയ പറഞ്ഞു. അമ്മ ദുഷ്ടന്റെ ചെങ്കോൽ ഹല്ലേലൂയ നീതിമാന്റെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. ഈ ദുഷ്ടന്റെ ചെങ്കോൽ എന്താ? ദുഷ്ടനെടുത്ത് മാറ്റാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആമേ ദൈവം എന്നോട് നീ ദുഷ്ടനെടുത്ത് പ്രാർത്ഥന പ്രാർത്ഥന അതെടുത്തിട്ട് അവന്റെ തലക്കെട്ട് അടിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. കാരണം വെച്ചാൽ അവൻ ചെങ്കോൽ കൊണ്ട് വെച്ചേക്കാം നമ്മുടെ അവകാശത്തിന്മേൽ. ഹല്ലേലൂയ. ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതെടുത്തിട്ട് അവന്റെ തലക്കടിക്കണം നമ്മൾ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന നീതിമാന്റെ അവകാശം, നീതിമാൻ നീതികളിലെ കൈ നീട്ടാതിരിക്കും, നീതിമാന്റെ അവകാശം ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കുകയില്ല. എന്താ? ദുഷ്ടന്റെ ചെങ്കോൽ മാറിപ്പോണ്ട്. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ദൈവം തന്ന അധികാരം എന്ന് വെച്ചാൽ ഇതിനെ അങ്ങോട്ട് നീ കയ്യിലെടുക്കണം, എടുത്തിട്ട് കൊണ്ടുവച്ചെന്റെ തലക്കിട്ടടിക്കണം. ഹല്ലേലൂയ. അപ്പൊ അവൻ ഹല്ലേലൂയ എന്താ പറയാ, അവൻ ഇതെല്ലാം കളഞ്ഞിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. ആ പിടുത്തമൊക്കെ വിട്ടിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ദൈവം തന്ന അധികാരം. അതുകൊണ്ട് അതുപോലെ ഇവിടെ ഫെലിസ്തീന്റെ കയ്യിലിരിക്കുന്ന വാളെടുത്ത് തന്നെ ഫെലിസ്തീന്റെ തലയെ ചെയ്ത്. അപ്പൊ ഇത്രയും നാളും അമ്മ ഇതാ ഗോലിയാത്തെ നീ എന്തിനാ ഈ വാള് ചുവന്നുകൊണ്ട് നടന്നതെന്ന് ചോദിച്ചാൽ ഗോലിയാത്തിന് എനിക്ക് പോലും അറിയത്തില്ല ഇത് എന്റെ തല വെട്ടാൻ വേണ്ട ഞാൻ ചുവന്ന് നടന്നത്. അതുപോലെ ശത്രു പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ചില വിഷയങ്ങൾ കൊണ്ടുവെക്കുമ്പോൾ അല്ല നമ്മൾ ആ വിഷയങ്ങളെ കണ്ട് ഭയപ്പെട്ട് അകത്ത് കയറിയിക്കില്ല. നമ്മൾ ധൈര്യത്തോടു കൂടി അവന്റെ നേരെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു ദാവീദ് പറഞ്ഞ പോലെ ചെന്ന് കഴിഞ്ഞാൽ അവന്റെ കയ്യിലേക്ക് ആയുധം കൊണ്ട് തന്നെ അവനെ തകർക്കാൻ പറ്റും. അങ്ങനെ ദൈവദാസന്മാരുടെ സാക്ഷ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹലയ ആമേ പൈസ ഇല്ല, ബുദ്ധിമുട്ടാണ്. പഞ്ചാബിലൊരു ഒരു ദൈവസഭ ഒരു ദൈവദാസനും കുടുംബം അവിടെ ചെന്ന് ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ഭയങ്കര എതിർപ്പാണ്. എന്താന്ന് വെച്ചാൽ അവിടുത്തെ ആൾക്കാർ അവിടെ ആ ആൾക്കാർ പറഞ്ഞു ഇവിടെ ഒന്നും പറ്റത്തില്ല എന്നൊക്കെ എതിർപ്പാണ്. 1-2 ആഴ്ചക്കാലം കഴിഞ്ഞ് ഇവർക്കാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് അവിടെ സഭ മുൻപോട്ട് കൊണ്ടൊരു വഴിയില്ല. കാരണം ശുശ്രൂഷയ്ക്കായിട്ട് ആൾക്കാർ ഇരിക്കാൻ സ്ഥലം പുറത്തൊക്കെ ടെന്റൊക്കെ ഇതുപോലെ ഇതൊക്കെ ഷീറ്റൊക്കെ വലിച്ചു കെട്ടിയൊക്കെ. അപ്പൊ അവിടെ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവിടുത്തെ ഈ ഗ്രാമത്തലവന്മാര് പോലെ ഉണ്ടല്ലോ അവിടെയൊക്കെ എല്ലായിടത്തും ഗ്രാമത്തലവന്റെ മോളുടെ ശരീരത്തിൽ ഭൂതം കയറി.
അല്ല അവരെല്ലാം ചെയ്തിട്ടും സുഖമാകുന്ന അവസാനം പാസ്റ്ററെ വിളിച്ച് പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചപ്പം ഭൂതം വിട്ടുമാറി. അപ്പൊ തന്നെ ഗ്രാമത്തലവന്റെ കയ്യിൽ നിന്ന് ഒരു ഓർഡർ ഇവരുടെ ശുശ്രൂഷയെ ആരും തടയരുത്, ഇവർക്ക് ശുശ്രൂഷിക്കാൻ വേണ്ട സ്ഥലം കൂടെ ഗ്രാമത്തലം വിട്ടുകൊടുത്ത്. അപ്പൊ അവിടെ ഗ്രാമത്തലവന്റെ വാക്ക് എങ്ങനെയുള്ളതുകൊണ്ട് അവിടെ ആൾക്കാർ വരുന്നവനോ അവിടെ നടക്കുന്ന ശുശ്രൂഷയ്ക്ക് ആരും എതിര് പറയത്തില്ല. എന്താന്ന് വെച്ചാൽ ഗ്രാമത്തലവൻ പറഞ്ഞിട്ടുണ്ട് ഇവരെ ഉപദ്രവിക്കരുത്, ഇവരെ തൊട്ടു പോകരുത് എന്ന് പറഞ്ഞ് ദൈവം പറഞ്ഞ കണക്ക് ഇവരെ തൊട്ടേക്കരുന്ന് പറഞ്ഞതുപോലെ ഇവരെ തൊടാതെ ഹാലേക്കാത്ത. അപ്പോൾ ഇവിടെ എന്താ അവിടെ വഴി തുറന്ന് ആരെ കൊണ്ടാ? പിശാചിനെ കൊണ്ടല്ലേ ദൈവം വഴി തുറപ്പിച്ച്, അല്ലേ? ഇവിടുത്തെ ഗോലിയാത്തിനെ ദാവീദ് ചെയ്തെന്താ? ഗോലിയാത്തിന്റെ കയ്യിൽ വാളെടുത്ത് ഗോലിയാത്തിന്റെ തലയെ വെട്ടിക്കളഞ്ഞു. ഇതുപോലെ തന്നെ അവന്റെ ആയുധം എടുത്ത് അവനെ തന്നെ അടിച്ചിട്ട് അവിടെ ചെയ്തു. അപ്പൊ ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലാണെങ്കിൽ നമ്മൾ കാണണം. എന്താ കാണേണ്ടത് വെച്ചാൽ ദൈവത്തിന്റെ പ്രവർത്തി. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പിശാചിനെ നമ്മുടെ മുമ്പിലേക്ക് ദൈവം എന്തുകൊണ്ട് അനുവദിച്ചു തരുന്നു? ചില വിഷയങ്ങൾ ആ വിഷയങ്ങൾ അനുവദിച്ചു തരുന്ന വെച്ചാൽ നീ അവനെ തീർക്കാൻ വേണ്ടി അനുവദിച്ചു തരുന്നു, അവന്റെ ആ വിഷയത്തെ നിനക്ക് അധികാരം തന്ന നിന്റെ കൂടെ ഞാനുണ്ട്, നീ ഒന്ന് മുമ്പോട്ട് സ്റ്റെപ്പ് വെച്ചാൽ മതി, നീ ഒന്ന് അവന്റെ നേരെ ഒന്ന് ചെന്ന പാഞ്ഞ് ബാക്കി ഞാൻ ചെയ്തോളാം. ഇതാ ഞാൻ പറയും, ഇവിടെ ദാവീദൊരു കല്ലെടുത്ത് എറിഞ്ഞാൽ മതി, കവണെ വെച്ച് എറിയണം. എറിഞ്ഞ് ഫെലിസ്തീനെ നെറ്റിക്ക് എന്നുകൊണ്ട് ആക്ച്വലി നമ്മൾ മുമ്പിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നെറ്റിക്കടിച്ച് നമ്മൾ പുറകോട്ട വലന്നു വീഴുന്നുണ്ട്, അല്ലേ? പക്ഷെ ഇവിടെ കൃത്യമായി എഴുതിയിട്ടുണ്ട് അവൻ മുമ്പോട്ട് കവിഴ്ന്നു വീണു. അപ്പൊ കല്ല് പുറപ്പെട്ടുകൂടെ തട്ടിയപ്പം പുറകെ നിന്നാണ് അടി വന്നത് നമുക്ക് ഉറപ്പാണ്. അപ്പൊ അടിച്ചത് ദൈവമാണ്. പക്ഷെ അടിക്കണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നീ ആ കല്ല് എടുക്കണം, നീ അത് കവണെ വെച്ച് എറിയണം, നീ ധൈര്യത്തോട് മുമ്പോട്ട് ചെല്ലണം, നീ മുൻപിൽ കയറി നിൽക്കണം, നിന്നാൽ ബാക്കി ദൈവം ചെയ്യും. നമ്മൾ അത് നിൽക്കാതെ പലപ്പോഴും നമ്മൾ പിറകിലോട്ട് മാറി ഇരിക്കുന്നത് കൊണ്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് വെച്ചാലേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളെയാണ് ദൈവം നിർത്തിയിരിക്കുന്നത്. നമ്മളിലൂടെയാണ് ദൈവം ആ പ്രവൃത്തി കാണാനായിട്ട്. അപ്പൊ നമ്മളവിടെ ജയിക്കാനായിട്ട്, നമ്മളവിടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ, നമുക്ക് കാര്യങ്ങൾ നേടി തന്നു എന്നല്ല, നമ്മൾ തേടിയെടുത്തു എന്നല്ല, നമുക്കത് കഴിയുമെന്ന് തോന്നൽ നമ്മുടെ ഉള്ളിൽ വേണം. ആദ്യമായിട്ട് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അസാധ്യമായിട്ട് എനിക്കൊന്നുമില്ല. ദൈവം എനിക്ക് അനുകൂലമാണ്, പ്രതികൂലമായിട്ട് ആർക്കും നിൽക്കാൻ കഴിയത്തില്ല. അത് ഏത് പ്രതികൂലമായിട്ട്, ഏത് രോഗമായിട്ട് അവൻ നമ്മളോട് ഇപ്പൊ പറയാണ് നിനക്കിപ്പോ ക്യാൻസറിന്റെ 4th സ്റ്റേജാന്ന് പറഞ്ഞാലും ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോണം, ഈ ക്യാൻസറിനെ കാട്ടി വലിയവൻ എന്റെ കൂടെ. എന്റെ ദൈവത്തിന് വിടുവിക്കാൻ കഴിയാത്ത ഒരു മേഖലയും ഇല്ല. എന്റെ ദൈവത്തിന് സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു രോഗം ഇന്ന് ഈ നമ്മുടെ ലോകത്തിലില്ല, ഉലകത്തിലില്ല എന്ന് പറയും പെണ്ണക്കാലല്ലേ. അതുപോലെ ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിഷയമില്ല, ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയുന്ന ഒരു പൈശാചിക ശക്തിയുമില്ല, ഒരു ലോക രാഷ്ട്രങ്ങളുമില്ല, ഒരു ഭരണാധികാരികളില്ല. അതെല്ലാം ദൈവത്തിന് താഴെയാണെങ്കിൽ എല്ലാത്തിനെയും മീതെ ഉന്നതന് ഉയർന്നിരിക്കുന്ന ശാശ്വതവാസിയായ ദൈവമാണ് നമ്മുടെ കൂടെ നിൽക്കുന്നതെങ്കിൽ നമ്മുടെ മുമ്പിലെ വിഷയങ്ങൾ കണ്ടല്ല നമ്മൾ ഭയപ്പെടണം, നമ്മുടെ ദൈവത്തെ കണ്ടാൽ മാത്രം മതി. ഇവിടെ എന്നിട്ട് ഇസ്രായേൽ ദൈവം ഉണ്ടെന്ന് എന്നിട്ട് പറഞ്ഞ ഫെലിസ്ത്യ ശവം യഹോ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ചെയ്ത് അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളെ ശവത്ത് നിങ്ങളെ ആകാശത്തെ പശുവും ഭൂമിയിലെ മൃഗങ്ങൾക്ക് ഇരയാക്കും. ഇസ്രായേൽ ഒരു ദൈവം ഉണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത്, ഈ സംഘമെല്ലാം അറിവാനായിട്ട് വരും. യുദ്ധം യഹോവയ്ക്കിൽ നിന്ന് അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. അപ്പൊ ഇത് ദാവീദ് നേരത്തെ ഡിക്ലെയർ ചെയ്യുന്ന വേർഡ്സ് ആണ്. അതുപോലെ തന്നെ ഫെലിസ്തീനെ കൊന്നു, ശവങ്ങളെ എല്ലാവരും അവിടെ മൊത്തം അവരെല്ലാരും തോൽപ്പിക്കുന്നു. അവിടെ എന്നിട്ട് ഇങ്ങനെ ഇസ്രായേൽ മക്കൾ ഫെലിസ്തീനെ ഓടിക്കും, മടങ്ങി നിറ പാളയം കൊള്ളയുടെ. എന്നാൽ ദാവീദ് ഫെലിസ്തീനെ തലയെടുത്ത് അതിനെ യെരൂശലേമിൽ കൊണ്ട് അവന്റെ ആയുധവർഗമോ തന്റെ കൂടാടിച്ചപ്പം ദാവീദ് പറഞ്ഞപ്പോ തലയെറുത്ത് കൈ പിടിച്ചുകൊണ്ട് വാളുമൊക്കെ പിടിച്ച്, ഒരു കൈ ഗോലിയാത്തിന്റെ വാള, ഒരു കൈ ഗോലിയാത്തിന്റെ തലയ ഗോലിയാത്ത് കൊണ്ടുവരുന്ന ആ വാളുകൊണ്ട് ഗോലിയാത്തിന്റെ തലയെ അറുത്ത് കൈ പിടിച്ചുകൊണ്ട് പോകുന്ന ദാവീദ് ആദ്യം എന്താ പറഞ്ഞത്? ഇസ്രായേൽ ഒരു ദൈവമുണ്ടെന്ന് സകല ജനവും അറിയും. ഇത് നമ്മുടെ എല്ലാവരുടെയും പ്രോമിസ് ആയിരിക്കണം. നമ്മുടെ കൂടെ എനിക്കൊരു ദൈവം ഉണ്ടെന്ന് സകല ജനം അറിയണം. താറാമയ്ക്കൊരു ദൈവം ഉണ്ടെന്ന് സകല ജനം അറിയണം. ഇവിടെ അതാ തന്നെ പറയാം 46ാമത്തെ വാക്കിന്റെ അവസാനം എന്താ പറയാ? ഭൂമിയിലൊരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. എന്നിട്ട് അടുത്ത പറഞ്ഞ യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടും അല്ല രക്ഷിക്കുന്നെന്ന് ഈ സംഘമെല്ലാം അറിവാനിടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിലേൽപ്പം. യുദ്ധം യഹോവയ്ക്കുള്ളതാ. ദൈവത്തിന് യുദ്ധം ചെയ്യാൻ വാളും കുന്തവും ഒന്നും ആവശ്യമില്ല. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ദൈവത്തെ നിന്ദിക്കുന്ന, ദൈവത്തെ പരിഹസിക്കുന്ന, കളിയാക്കുന്നവരോടൊക്കെ നമുക്ക് പറയാൻ പറ്റും ഭൂമിയിലെ ദൈവമുണ്ടെന്ന്.
ഹല്ലേലൂയ. ആമേൻ. സകല ജനം അറിയും. നമ്മുടെ പ്രാർത്ഥനയൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കണം. അല്ല, ഇതെനിക്ക് പണ്ടങ്ങാണ്ട് കുഞ്ഞ് വിശ്വാസത്തിൽ വന്ന സമയത്ത് കിട്ടിയൊരു പ്രോമിസ് ഞാനവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇസ്രായേൽ ദൈവമുണ്ട് സർവ്വഭൂമിയെ അറിയുന്നിടത്ത് എനിക്കൊരു ദൈവമുണ്ട് സർവ്വഭൂമിയെ അറിയുന്നു. ഹല്ലേലൂയ. അപ്പൊ കാരണം വെച്ചാൽ നമ്മുടെ ദൈവം, ഹല്ലേലൂയ, ദൈവം ഉണ്ടെന്ന് എങ്ങനെയാ അറിയുന്നത്? അയ്യോ സാറാമ്മ സിസ്റ്ററെ, നിങ്ങളുടെ സത്യമായിട്ട് ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിച്ച ദൈവം ശരിയായ ദൈവം, സത്യദൈവ ദൈവം എന്ന് പറയുന്നത് എപ്പോഴാ പറയുന്നത്? കറപശ്രമി കുട്ട പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല. അല്ലേ? ഓക്കെ, എന്നാൽ ഞാൻ ഊഹിച്ചേക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവർത്തി വെളിപ്പെടുമ്പോൾ, ദൈവം വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ, അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ, അബ്രഹാം പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മോന്റെ കല്യാണത്തിൽ വന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഹാലയില ഓരോ കാര്യങ്ങൾ പറയുന്ന ഹാലയില എല്ലാ കാര്യങ്ങളും അത്ര ഭംഗിയായിട്ട് ദൈവം ചെയ്യുന്ന കാണുമ്പോൾ ഹാലയില താം ഇറങ്ങിപ്പോയ പുറപ്പെട്ടത് ഹാലയില അല്ലെ പിൻപറ്റിയ ദൈവം ഹാലയിലിയ നിന്നയാക്കിയിട്ടില്ല, പരിഹാസമാക്കത്തില്ല ഹാലയിലിയ. ദൈവം എപ്പോഴും ഹാലയിലിയ നമ്മുടെ കൂടെ നിന്ന് ഹാലയില നമ്മളെ തല ഉയർത്തിപ്പിടിക്കാൻ സഹായിക്കുന്നു. അല്ലെ? എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ നിന്നെ അനുഭവിച്ച് തല കുരിച്ച് നിങ്ങൾ നിൽക്കേണ്ടി വന്നിട്ടുണ്ടാവും. അല്ലെ? നമ്മൾ നിൽക്കേണ്ടി വന്നു. പക്ഷെ ആ നിന്നയൊക്കെ മാന്യതയാക്കി മാറ്റുന്നു. എന്നും നിനക്ക് നിന്നയല്ല, എന്നും നിനക്ക് പരിഹാസം. ഇവിടെ നമുക്കറിയാം ദാവീദ് അവിടേക്ക് വന്നപ്പോ തന്നെ ചേട്ടന്മാരൊക്കെ നിന്ദിക്കുക. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നീ എന്താ കാണാനാ വന്ന? പട കാണാനാ വന്ന? നിനക്ക് ഇച്ചിരി അഹങ്കാരം കൊള്ളു, പൊടാ വീട്ടിൽ എന്നൊക്കെ പറയുന്നുണ്ടല്ലേ? ദാവീദ് അവിടെ നിന്ന് മാറിപ്പോയിട്ട് അടുത്തടുത്ത് അപ്പം അവിടെയൊക്കെ ദാവീദ് വന്നപ്പോ ആരും വലിയ വരവേൽപ്പൊന്നും അല്ല കൊടുത്തത്. പക്ഷേ ഹാലേലിയ അവൻ നിന്ദിച്ചിട്ടിരുന്ന, പരിഹസിച്ച് എല്ലാരും പറഞ്ഞു ചെറിയ പയ്യൻ, ഇവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇവനൊരു ഇവനെന്ത് ചെയ്യാനാ പോന്നെന്ന് ചോദിച്ച ദാവീദ് ഹാലേലിയ ദാവീദ് പറഞ്ഞു, ഞാൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിലാണ് വരുന്നതെന്ന് പറഞ്ഞ് ആ ദൈവത്തിൽ ആശ്രയിച്ചു ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ചെന്ന് ദാവീദ് ജയിച്ചു വന്നതുപോലെ നമ്മൾ മുറുകെ പിടിക്കുന്ന നമ്മുടെ ദൈവത്തെയാണെങ്കിൽ ഏത് സാഹചര്യത്തിലും മനുഷ്യരിൽ ആശ്രയിക്കാതെ, മറ്റുള്ളവരിലേക്ക് ഫോക്കസ് ചെയ്യാതെ പടച്ചട്ടയിലും കുന്തത്തിലും പരിചയിലും ഒക്കെ ആശ്രയിച്ച ഒരാൾ നിൽക്കുമ്പോൾ നമ്മൾ അതിലൊന്നും ആശ്രയിക്കാതെ, അതിലൊന്നും കാണാതെ നമ്മുടെ ദൈവമായ യഹോവയെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. എവിടെയും ജയാളി ജയിച്ച ക്രിസ്തുവിനെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ജയാളി ക്രിസ്തു എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഒരിടത്തും തോൽവിയായി പോകത്തില്ല എന്ന് ഉറപ്പും ധൈര്യം നമുക്ക് ഉണ്ടായിരിക്കണം. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മറ്റെന്തൊക്കെ പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ വന്ന് ആരൊക്കെ നമ്മളെ തകർത്ത് കളയാൻ ആരൊക്കെ നമ്മുടെ വായ മൂടിക്കെട്ടാൻ നോക്കിയാലും ആരൊക്കെ നമ്മളെ അടച്ചു വെക്കാൻ ശ്രമിച്ചാലും നമ്മൾ ഇരിക്കത്തില്ല. അങ്ങനെ ഇരുത്താൻ പറ്റത്തില്ല. കാരണം എന്താ? നമ്മുടെ വായ അടപ്പിക്കാനായിട്ട് വായ്ക്ക് നാവ് തന്നവന്, ശബ്ദം തന്നവന് മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു ഫോഴ്സിനും നമ്മുടെ വായ അടപ്പിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കൈ അടിപ്പില്ല. കൈ അടിക്കുന്ന ആൾക്കാർ എന്തിനാ കൈ അടിപ്പിക്കൽ നിർത്തണമെങ്കിൽ ആർക്ക് പറ്റുന്നത്? ഈ കൈക്ക് ചലനശേഷം ദൈവം പറഞ്ഞാൽ മാത്രമേ നിൽക്കത്തുള്ളൂ, അല്ല ആര് പറഞ്ഞ് നിൽക്കാൻ പാടില്ല. ഒരു മനുഷ്യന് മറ്റുള്ള ശക്തികൾക്കോ ബാഹ്യമായ ഒന്നിനും നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയരുത്. അല്ല നമ്മുടെ ദൈവത്തിന് മാത്രമേ നമ്മളെ കൺട്രോൾ. ഒരു കാര്യം, ദൈവം നിന്നോട് മുമ്പോട്ട് പൊക്കോളാൻ പറഞ്ഞാൽ ആരൊക്കെ നോ പറഞ്ഞാലും മുമ്പോട്ട് തന്നെ പോകണം. അതുപോലെ ദൈവം പോകരുതെന്ന് പറഞ്ഞാൽ അനങ്ങരുത്. ആരൊക്കെ നമ്മുടെ മുമ്പിൽ നിന്ന് പുറകെ നിന്ന് ഫോഴ്സ് ചെയ്താലും നീ പൊക്കം അത് കിട്ടുമെന്ന് പറഞ്ഞാൽ അനങ്ങാൻ പോരുത്. കാരണം ദൈവത്തിന്റെ കൺട്രോൾ പൂർണ്ണമായിട്ടായിരിക്കണം. ദാവീദിന് ഒരു കാര്യം ഉറപ്പായത് എന്റെ കയ്യിൽ കുന്തം വേണ്ട, പരിചയം വേണ്ട, വാള് വേണ്ട, വില്ല് വേണ്ട, ഒന്നും വേണ്ട, പക്ഷേ എനിക്ക് ദൈവം കൂടെ ഉണ്ടെങ്കിൽ അവന്റെ തലയർത്ത് ദൈവം കൈ തരുമെന്നറിയാം. അതുപോലെ പിശാചിന് എന്ത് പ്രതികൂലം നമ്മുടെ മുമ്പിൽ നിന്നാലും, എന്ത് പ്രതിസന്ധി വന്നു നിന്നാലും ദൈവത്തെ മുറുകെ പിടിക്കണം. എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ വാ കൊണ്ട് തന്നെ പറയണം, കൺഫസ് ചെയ്യണം. നമ്മൾ വാ തുറന്ന് തന്നെ നമ്മൾ പറയണം. പിശാചിനോട് നമ്മൾ എല്ലാവരും പേടിച്ച് അനങ്ങാതെ എന്നാ സൈഡിൽ കൂടെ അങ്ങനെ പൊക്കോട്ടെന്നില്ല. പിശാചിനെ വെല്ലുവിളിക്കുക തന്നെ വേണം. ഞാൻ വെല്ലുവിളിക്കാറുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് പണിയൊക്കെ കിട്ടാറുണ്ട്, പക്ഷെ എന്നാലും ഞാൻ വെല്ലുവിളിക്കും. കാരണം വെച്ചാൽ ഇപ്പോഴും ഞാൻ വെല്ലുവിളിക്കും. കാരണം വെച്ചാൽ പിശാചുമായിട്ട് നമുക്ക് ഒരു കോംപ്രമൈസും ഇല്ല. നമ്മള് എന്താ പറയാ, ഫെലിസ്ത്യൻ പറയുമ്പം ദാവീദ് അങ്ങോട്ട് പറയുന്നത് എന്താ? ഇന്ന് നിന്റെ തലയെ ഞാൻ ഇടയ്ക്ക് കണ്ടിച്ചെടുക്കും. ഹല്ലേലൂയ. ഇത് പറയണം അവന്റെ മുഖത്ത് നോക്കി തന്നെ. പിശാച് നമ്മുടെ ജീവിതത്തെ തകർക്കുമെന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മളോട് നിനക്ക് തകർക്കാനൊന്നും പറ്റത്തില്ല, നിന്നെ ഞാൻ തകർത്തിരിക്കും. ഹാലയില നിന്റെ തലയെ ഹാലയില അല്ലെങ്കിൽ എനിക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരം എൻ്റെ അടുത്തുണ്ട്. ഹാലയില അല്ലെ ഞാൻ ദൈവത്തിന്റെ മകളാണ്, നിനക്കൊരിക്കലും എന്നെ ജയിക്കാൻ പറ്റത്തില്ല. നീ എത്രയൊക്കെ പോരടിച്ചാലും, എത്രയൊക്കെ എന്റെ നേരെ ഫൈറ്റ് ചെയ്താലും നിനക്കൊരിക്കലും ജയമില്ല. ജയം എന്റെ കൂടെ. കാരണം ജയാളിയ ക്രിസ്തു എന്റെ കൂടെ. ഇത് നമ്മൾ വാ തുറന്ന് തന്നെ പറയണം. പറഞ്ഞ് തന്നെ നമ്മൾ ഓരോ ദിവസവും ജയിക്കണം. നമ്മുടെ ജീവിതത്തിൽ ജയിക്കാനായിട്ട് പരിശുദ്ധാത്മാവാണ് നമുക്ക് കൃപ വരുന്നത്. ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ വാള്. ഇത് രണ്ടും നമ്മൾ മറന്നു പോകരുത്. നമ്മൾ മറ്റൊന്നിനും ആശ്രയിക്കരുത്. മറ്റൊന്നും പുറമേ ഉള്ള ഒന്നിനും നമ്മൾ ജയിപ്പിക്കാൻ കഴിയത്തില്ല. ഒരു വ്യക്തിക്ക് നമ്മൾ ജയിപ്പിക്കാൻ കഴിയത്തില്ല. നമ്മുടെ സർവശക്തിനെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ദാവീദ് ആശ്രയിച്ച പോലെ നമ്മുടെ ദൈവത്തെ തന്നെ പൂർണ്ണ ആശ്രയം വെക്കാം. ഈ ഭൂമിയിൽ അല്ലെ നമുക്കൊരു ദൈവമുണ്ടെന്ന് ഈ ലോകം മുഴുവൻ അറിയണം. അങ്ങനെ തന്നെ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് ചെയ്യണം.